തിയേറ്ററിലെ തിരക്കൊഴിഞ്ഞിട്ട് കാണാനായിട്ട് മാറ്റിവെച്ച മൂവിയായിരുന്നു തുടരും. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് വന്നിട്ടുള്ള ബി സിനിമാസിൽ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോവാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും അമ്മുവിന്റെ ഫ്രണ്ടും ഫാമിലി അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പം ഈ സിനിമ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും തിയേറ്റർ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈയിടെയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള പല ഫിലിമും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മറന്നു പോകുന്ന ടൈപ്പായിരുന്നു. ഒന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കണ്ണടച്ചിരുന്നിട്ടുണ്ട് പേടിച്ചിട്ട്. പിന്നെ ചില സിനിമകളൊക്കെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അത്രയും നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരുന്ന് TV കണ്ടാൽ മതിയായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 2 സ്ക്രീൻ ഉണ്ട്. അപ്പൊ ഒന്ന് കുറച്ച് വലുതാണ്, അതിലാണ് തുടരും ഫിലിം ഉള്ളത്. എവിടെ പോയാലും പതിവ് തെറ്റിക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോഷൂട്ട് അത് ഇവിടെ നടന്നു. ഇന്റർവെല്ലിന് വാങ്ങാനുള്ള പോപ്കോണും ഐസ്ക്രീമും ഒക്കെ നോക്കി വെച്ച് നന്ദു കുഞ്ഞു അവിടെ സമാധാനമായിട്ട് നിന്നുട്ടോ. പിന്നെ ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി ഫിലിം കണ്ടു. അടിപൊളി ഫിലിം ആയിരുന്നു. ഇടയ്ക്കൊക്കെ ടെൻഷൻ വരുമ്പോൾ ഇതുപോലെ മാറിപ്പോകുന്നത് നല്ലതാണ്. നമ്മൾ എവിടെ ഇരുന്നാണോ ടെൻഷൻ വരുന്നത് അവിടെ നിന്ന് മൂവ് ചെയ്യാന്നുള്ള ഒരു പോളിസിയും കൂടിയുണ്ട്. അപ്പൊ 2-3 ദിവസമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മുവാണ് മുൻകൈ എടുത്തിട്ട് ഒരു സിനിമ കണ്ടേക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ആ തീരുമാനം അടിപൊളിയായിരുന്നു. മൂവിയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, സൂപ്പർ ആയിരുന്നു. അങ്ങനെ ഇന്റർവെല്ലായി, പോപ്കോൺ വന്നു, ലേസ് വന്നു, ഐസ്ക്രീം മാത്രം വന്നില്ല. കുഞ്ഞിക്കൈയിലെല്ലാം കൂടി പിടിക്കാൻ അവന് പറ്റിയില്ല. അപ്പം തിരിച്ചു വരുമ്പോ ഐസ്ക്രീം വാങ്ങിക്കാന്നാണ് കുട്ടി കരുതിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ മുഖം കുറച്ചൊക്കെ വീർത്തിരുന്നു, ഇച്ചിരി പിണക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതെല്ലാം പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നിന് പകരം 2 ഐസ്ക്രീം. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.